കളമെഴുത്തിലെ രണ്ടാമത്തെ ചടങ്ങ് ഉച്ചപ്പാട്ട് എന്നൊരു ചടങ്ങാണ്. ഈ കളം ഭൂമിയിൽ എവിടെ എഴുതിയായാലും ആദ്യത്തെ ഈ കെട്ടിവിധാനത്തിന് ശേഷം ആ ഭൂമിയിൽ ആദ്യം പൂജ കഴിക്കപ്പെടുന്നത് ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ്. ഹൃദരാമനാൽ പടയ്ക്കപ്പെട്ടൊരു പുണ്യമാം കർമ്മഭൂമിയായ കേരളത്തില് മഹാഗുരുവായിട്ട് എന്നും പൂജ കഴിക്കപ്പെടുന്ന ദക്ഷിണാമൂർത്തിയായി ആ ഗുരുവിനാണ്. ഗുരു ഗണപതി ഭഗവതി സങ്കല്പത്തിൽ സ്ഥാനം കൽപ്പിച്ച് ഗുരുവിനും ഗണപതിക്കും വിളക്ക് വെച്ച് നടുവിൽ പീഠത്തിൽ നമ്മൾ ആരാധിക്കുന്ന ആ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യത്തെ അവിടെ ഉറപ്പുവരുത്തുക, ആവാഹിച്ചിരുത്തുക. അതിനായിട്ടാണ് ഉച്ചപ്പാട്ട് നടത്തപ്പെടുന്നത്. ഈ ചടങ്ങ് മുഴുവനും അനുഗ്രഹമായിട്ട് നടത്തിത്തരുവാൻ മഹാഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയോടും ചടങ്ങുകൾക്കൊരു വിഘ്നങ്ങളും വരാതെ എല്ലാ ചടങ്ങുകളും മംഗളമാക്കി തരുവാൻ മഹാഗണപതിയോടും നടുവിൽ സാന്നിധ്യമായിട്ട് കൊടുങ്ങല്ലൂരമ്മയെ കുറുപ്പ് തന്നെ മന്ത്രപൂർവം ആവാഹിച്ച് പീഠത്തിൽ വെച്ചിരിക്കുന്ന നാക്കിലയിലെ വെള്ളരിയില് നാളികേരവും പൂക്കുലയും ചേർത്ത് വെച്ചിരിക്കുമ്പോൾ അവിടെ ആ ചൈതന്യത്തെ വീണ്ടും സാന്നിധ്യപ്പെടുത്തുകയാണ്. അതിനായിട്ട് പത്മമിട്ട് പൂജ കഴിച്ച് ഉച്ചപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പാട്ടുണ്ട്. ആ പാട്ടുകൾ പാടി അമ്മയെ പ്രീതിപ്പെടുത്തുന്നു. മദകരി രൂപമായി അരനല്ലൂരടവിയിൽ എന്ന് തുടങ്ങുന്ന മുഖജാലത്തോട് തുടങ്ങുന്ന ഉച്ചപ്പാട്ടാണ്. ആ ഉച്ചപ്പാട്ടോട് കൂടി അമ്മയുടെ സാന്നിധ്യം ആ ഭൂമിയിൽ വന്നു ചേരുകയാണ്. അതാണ് രണ്ടാമത്തെ ചടങ്ങ് എന്ന് പറയുന്നത്.